സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് അവിടെ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനിച്ചാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അത് ശരിയാ, കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ ദ്രോഹിക്കരുത്, അത് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ്. ആരാ പറഞ്ഞിരിക്കുന്നത്? സജിന. എന്റെ പൊന്നു മക്കളെ, ഇത് എന്താണ് നടക്കുന്നത്? എന്റെ പൊന്നോ, കുറച്ച് വോയിസ് നോട്ടുകളൊക്കെ ഞാൻ കേട്ടു മക്കളെ, എന്റെ തല തന്നെ പെരുത്തുപോയി. എന്തായാലും നമുക്ക് തുടങ്ങാം ഒരു സൈഡിൽ നിന്ന്. ഈ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു അവിഹിത കഥയാ മക്കളെ, ഒരു അവിഹിത കഥയാ. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ ആ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് അയ്യോ അയ്യോ എന്ന് ദീർഘശ്വാസം വിട്ടുപോകും. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ഉണ്ടെങ്കിൽ കയറ്റി വിടാനും മറക്കരുത്. എന്നാ പിന്നെ എങ്ങനെ തുടങ്ങിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിറോസ് ഖാനെ അറിയാത്തവരായിട്ട് ആരുമില്ല. അന്ന് ഫിറോസ് ഖാന്റെ കൂടെ ബിഗ് ബോസിൽ പോയ സജിന നൂറിനെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ടുപേരും ഭാര്യ ഭർത്താവായിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്ന് ഒരു എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ അവിടെ ഗെയിം കളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ പിടിച്ച് പുറത്താക്കി, രണ്ടുകൂടെ വെളി വന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കുടുംബജീവിതത്തിലുണ്ടായ ചില വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് മെയിൻ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുണ്ട് മക്കളെ, ഒരു വ്യക്തിയുണ്ട്, റസൂൽ പൂക്കുട്ടി. ഈ പുള്ളിക്ക് എന്താ പറയുന്നത്, ഓസ്കാർ മറ്റേ പാട്ടിന്റെ ഇതിൽ കിട്ടിയെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തിലായിരുന്നു ഓസ്കാർ കിട്ടേണ്ടത്. എന്തോ ഈ പുള്ളിക്കാരിന്ന് മാറി മറ്റേതിൽ കിട്ടി. ഒരിക്കലും അതിലല്ല കിട്ടണ്ടേ പുള്ളിക്കാരൻ ഓസ്കാർ. ഈ കൊച്ചുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലും അവിഹിതത്തിലുമാണ് ഈ പുള്ളിക്കാരൻ ഓസ്കാർ കൊടുക്കേണ്ടത്. പൊന്നെ, 55 വയസ്സുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ ഒരു സംഭവം വേറെ ലെവലാ, ഭയങ്കര സ്ട്രോങ് ആണെന്നേ. എന്തായാലും നമുക്ക് ഒരു അരികത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ? ഫിറോസ് കുറെ വോയിസുകൾ പുറത്തു വിട്ടിട്ടുണ്ട് മക്കളെ, ഈ സജിനയുടെ ഈ അവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമ്മളെല്ലാം കാണുമ്പോൾ എന്താണ്, ഈ ഫിറോസ് വലിയ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊരു അഹങ്കാരി എന്ന രീതിയിലാണല്ലോ നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹം ഒരു എന്താ പറയുക, ഈ ഒരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്തൊക്കെയാണെങ്കിലും ഇനി പുറത്തു വരാൻ കിടക്കുന്നു. ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു പാവമാണ്, അദ്ദേഹം വഞ്ചിക്കപ്പെട്ടതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. എങ്ങനെ, റെഡിയല്ലേ? അത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ കൂടെ സംസാരിക്കുന്നത് ആരാന്ന് മനസ്സിലായില്ലയോ? ഈ പറയുന്ന സജിനയുണ്ട്, സജിനയുടെ അമ്മയുണ്ട്, ഒക്കെ സംസാരിക്കുകയാണ്. ഏത് ബന്ധങ്ങളും പൈസകളും ഒക്കെയാണ് ഇവരുടെ ചർച്ച. എന്തായാലും ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ ചതിച്ച് കഷ്ടം. എന്തായാലും ബാക്കി കേട്ടു നോക്ക്, ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കേണ്ടത്. അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. അതെ 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 അതെ, വളരെ സന്തോഷത്തോടു കൂടി. ഏത് ലാസ്റ്റിലത്തെ ഗർഭം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കിയ ഒരെണ്ണമാണ്. അല്ലാതെ ആ സാധനം എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ എന്നാണ് ഇവിടെ സജിന പറയുന്നത്.
വേറൊരുത്തൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ അപഹിതം നടത്തി ഈ പൂക്കൂട്ടി എന്ന് പറയുന്നവനിൽ നിന്ന് ഗർഭം ഉണ്ടാക്കിയിട്ട് ഇവള് വലിയ വർത്തമാനം പറയുക. എന്തൊക്കെയാണല്ലേ, കഷ്ടം തന്നെ, കഷ്ടം തന്നെ. ഇത് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കണം. അയ്യോ, കുഞ്ഞുങ്ങളെ കുറിച്ച് എന്ത് സ്നേഹമാണെന്നറിയാമോ? ഈ പറയുന്ന റസൂ പൂക്കുറ്റിയിൽ നിന്ന് 3 വട്ടം കണ്ട് ഗർഭിണിയായിട്ടുണ്ട്. അതിൽ 2 എണ്ണം പോയെന്ന് പറയുന്നു, 1 എണ്ണം ഇപ്പോഴുണ്ടെന്ന് പറയുന്നു. അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്തതാണെന്നാ പറയണേ. ബാക്കി 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 ഞാൻ പറയുന്നില്ല. അല്ല പിന്നെ റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ, എല്ലാം ഞാൻ എനിക്ക്. റസൂ പൂക്കുറ്റിയേട്ടാ, പറ, നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് പറ, ഇതുപോലെ സജിന ഗർഭിണിയാണെന്ന് പറഞ്ഞു കൊടുക്ക്. കാരണം ഓടി നടന്ന് ഈ പരിപാടി നടത്തുമ്പോഴേ പറയണം. പ്രത്യേകിച്ച് സജിന, നിങ്ങൾ തന്നെ പോയി പറ. കാരണം നിങ്ങൾക്ക് എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളെ അത്രമാത്രം സ്നേഹമല്ലേ, കുഞ്ഞുങ്ങൾക്കെതിരെ പറയുന്നതും കുഞ്ഞുങ്ങൾക്കെതിരെ അങ്ങനെ ചെയ്യുന്നതും തെറ്റാണെന്ന് പറഞ്ഞ ആളല്ലേ. പക്ഷെ നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളെയാണ് ഇല്ലാണ്ടാക്കി കളഞ്ഞത്? അയ്യോ, ഇതുപോലൊരു വൃത്തികെട്ട അവിഹിതം. ബാക്കി ബാക്കി കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെന്നെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്കടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും അത് പറ്റത്തില്ല. അങ്ങാരുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം അങ്ങാരുടെ കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷെ അങ്ങാരുടെ സാധനം അവിടോട്ട് വെക്കണമെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കണ്ടേ, അല്ലാതെ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. ഈ പറയുന്ന പൂക്കുട്ടിയുടെ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ ഈ പൂക്കുറ്റിയുടെ സാധനം കൊണ്ടായിരിക്കും ഇരിക്കുക. ആ സാധനം അവിടെ നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്. നിങ്ങൾ അനുവദിച്ചിട്ടായിരിക്കുമല്ലോ ആ സാധനം അങ്ങോട്ട് കയറുന്നത്. എന്തുവാ ഇത്? അയ്യേ, എന്നിട്ട് പൂക്കുട്ടിക്ക് ഇപ്പൊ കുറ്റം. പൂക്കുട്ടിയും കൊള്ളാം, നിങ്ങളും കൊള്ളാം, എല്ലാം ഒരു കണക്കാ. 55 വയസ്സുണ്ടെങ്കിൽ ഈ ബുള്ളറ്റ് നല്ല പവറാ. എന്റെ പൊന്നെ, ഓരോരുത്തരാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ എത്ര കഷ്ടപ്പെടുകയാണെന്നറിയാവോ. അന്നേരമാണ് ഈ പൂക്കുട്ടിയെ പോലെയുള്ള അവിഹിതം ഉണ്ടാക്കുന്നവർക്ക് വാരിക്കോരി കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ആ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിനെ എല്ലാം കൊന്നുകളയുകയാണ് ചെയ്യുന്നതും. അയ്യോ, എന്തൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവമേ എന്തിനാ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതെന്ന് ചിന്തിച്ചു പോകും. അവരാണെങ്കിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയും. എന്നാൽ ഓരോരുത്തർ ഒരു കുഞ്ഞിന് വേണ്ടി എത്ര പേര് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു, അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. പക്ഷെ അവർക്കൊന്നും കുഞ്ഞിനെ കിട്ടത്തുമില്ല. അതാണ് എന്തായാലും കൊള്ള ഇത്. ബാക്കി 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 സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരോട് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണേ, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മള് കറക്റ്റ് അള്ളായിട്ടാ തന്നത്. നിന്റെയൊക്കെ അവിഹിതം നീയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഒടുവിൽ അള്ള തന്നെന്ന് പറയുന്നു, എന്നിട്ട് കൊന്നു കളയുന്നു. അത് അള്ളായ്ക്ക് വേണ്ടിയാണോ കൊന്നു കളയുന്നത്? അയ്യേ അയ്യേ അയ്യേ. ഇപ്പൊ നമ്മള് കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്.
ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിന്റെ ഒരു കുറച്ച് ഇത് ഫിറോസ് കട്ട് ചെയ്ത് വോയിസിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വിട്ടുള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ. ഇവരൊക്കെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവർ. ഇപ്പോൾ ഓൾറെഡി 2 കുഞ്ഞുങ്ങളുണ്ട്, പിന്നെയും പോയിട്ട് ഈ പരിപാടി കാണിക്കുകയാണ്. കൊള്ളാം, നിങ്ങൾക്കൊക്കെ വയസ്സായില്ലേ? നിങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ? വളരെ കഷ്ടം. ഇവരൊക്കെയാണ് കഴിഞ്ഞ ദിവസം പോയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ സജിന എന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയൊക്കെ പറയുന്നു, എന്റെ തെറ്റുകൾ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പരാതി കൊടുത്തു. ആരും എങ്ങനെ ഇനി പറയാൻ പാടില്ല, എന്റെ തെറ്റുകൾ ആരും ഇനി ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറേ, ഇതൊക്കെ ഒന്ന് കേൾക്കണം. എന്നിട്ട് വേണം എടുത്തിയാടി യൂട്യൂബർമാർക്കെതിരെയും ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെയൊക്കെ വായടപ്പിക്കാൻ വരാനും. ആദ്യം ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കഴമുണ്ടോ നോക്കണം. അതുപോലെ തന്നെ പൂക്കുറ്റിയും പറഞ്ഞിരുന്നു, എന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുകയോ എന്നെ കുറിച്ച് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കെതിരെ കേസ് എടുക്കണമെന്ന്. ഇവനൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കേസ് എടുക്കണം പോലും, കേസ്. ഓക്കെ, ഈ പറയുന്ന സജിന മുമ്പ് ഈ പറയുന്ന ഫിറോസുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ ഇറങ്ങിപ്പോയിരുന്നു വേറൊരുത്തൻ്റെ കൂടെ. ഒരു വട്ടമല്ല 2-3 വട്ടം ഈ പറയുന്ന ഫിറോസിന്റെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയിരുന്നു. എന്നിട്ടൊക്കെ അവിടെ നിന്നൊക്കെ ക്ഷമിച്ച് ഈ ഫിറോസ് വിളിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഈ ഫിറോസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിന്നെ പോയിരിക്കുന്നു വേറൊരുത്തൻ്റെ കൂടെ. എന്തായാലും അന്ന് ഒളിച്ചോടിയ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഫിറോസ് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോ. ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്, മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇവളൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു ഒരുപക്ഷെ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയാണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്ത അവസ്ഥ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചിരിക്കല്ലേ? ഇതാരുടെ ഇഷ്ടത്തിലാണ് ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ടോ? നമ്മളാരും പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും എന്ത് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുകയാണെന്ന് പറഞ്ഞുകൊണ്ടും ഫിറോസ് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ബാധ്യതയാകരുതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുകയാണ്. എപ്പോഴാണെന്നറിയാമോ? ഒരു 8 വർഷം മുമ്പ് ഫിറോസിന്റെ ജീവിതത്തിൽ നിന്നും വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയപ്പോൾ എഴുതിയതാ, ഫിറോസിനെ ഒഴിവാക്കാൻ വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം പലരുമായിട്ട് ഒളിച്ചോടിയെന്ന് ഫിറോസ് പറയുന്നു. പിന്നെ വേണ്ടി ഇപ്പോൾ പൂക്കുറ്റിയുമായിട്ടുള്ള ബന്ധം പറയുന്നു. കഴിഞ്ഞ ദിവസം സജീന ഇട്ടിരുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നല്ലോ, 9 വീക്ക് എന്തോ പ്രഗ്നന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ എന്തായിരുന്നു, അത് ഹാക്കാക്കിയതാണ്, ആരോ ഹാക്കാക്കി എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് എല്ലാവർക്കും